നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ മരമുറി ചാനൽ ഗുദാഹുവ എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അതിന് ലൈസൻസ് ഇല്ല എന്നാണ് സാബു എൻ ജേക്കബ് പറയുന്നത്. കിറ്റക്സിൻ്റെ സാബു ഇപ്പോൾ 250 കോടി രൂപയ്ക്ക് വ്യാജവാർത്ത ചെയ്തതിന് അയാൾ കേസും കൊടുത്തിരിക്കുകയാണ്. അത് സാബുവും ജേക്കബിൻ്റെ മാത്രം കഥയാണെങ്കിൽ സാബുവും ജേക്കബ് ഒരുപാട് കാര്യങ്ങൾ പറയും. എന്നെക്കുറിച്ച് ഇത്രയധികം വ്യാജ വാർത്ത യാതൊരു തെളിവുമില്ലാതെ ഉളുപ്പുമില്ലാതെ പറയുന്നു എന്നാണ് സാബുവും ജേക്കബ് പറയുന്നത്. പല ബാങ്കുകളിൽ പല രൂപത്തിൽ വെച്ച് തട്ടിപ്പ് നടത്തിയതായിട്ടൊരു ബാങ്കിൻ്റെ പരാതിയെ തുടർന്നാണ്. അതിനുശേഷം മറ്റ് ബാങ്കുകൾ വന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീലർഷിപ്പ്, അങ്ങനെ വിവിധ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം 2021 മരമുറി കേസിലാണ് അദ്ദേഹം വീണ്ടും പ്രസിദ്ധനാവുന്നത്. മരമുറി കേസ് എന്ന് പറയുമ്പോൾ 500-600 വർഷം പഴക്കമുള്ള ഈട്ടിത്തടികൾ, അതും ആദിവാസികളുടെ അവരുടെ ഒപ്പ് വ്യാജമായിട്ടുണ്ടാക്കി ആ മരങ്ങൾ വെട്ടി വിറ്റു എന്നുള്ളതാണത്. ഇന്ന് എന്തുകൊണ്ടോ എനിക്കറിയില്ല, അതിനെതിരായിട്ട് ഇദ്ദേഹം കോടതിയിൽ കൊടുത്ത അപ്പീലുകളെല്ലാം തള്ളി. ഏതാണ്ട് 27 കേസുകളിൽ കൊടുത്ത അപ്പീല് തള്ളി. അതായത് ഈ മരം വിട്ടുകിട്ടണമെന്ന് പറഞ്ഞ അദ്ദേഹം കൊടുത്ത പരാതികളാണെന്ന് തള്ളിയിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഈ അടുത്തയിടയ്ക്ക് ഇദ്ദേഹം ഈ മരമുറി കേസിൽ ഏതാണ്ട് മാസങ്ങളോളം ജയിലിൽ കിടന്ന് പുറത്തിറങ്ങി പിന്നെ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ചാനൽ ഏറ്റെടുത്തുകൊണ്ടാണത്. അതെല്ലാവരും അത്ഭുതപ്പെടുത്തി. കാരണം 2016 ഏതാനും കോടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും മാത്രം തിരിമറികൾ നടത്തിയ ഒരാള് എങ്ങനെ ഒരു ചാനൽ ഏറ്റെടുക്കാനായിട്ടുള്ള പണം എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. അത് മാത്രമല്ല, ചാനൽ ഏറ്റെടുത്തു എന്നുള്ളത് മാത്രമല്ല, 1 വർഷം കൊണ്ട് അതിൻ്റെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അതിനെപ്പറ്റിയുള്ള പരാതികളും കേസുകളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ചരിത്രം അന്വേഷിച്ചു കഴിഞ്ഞാൽ എത്ര കേസുകളുണ്ട് എന്നുള്ളത് ഇനിയും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. 17 കേസുകളിൽ 8 കേസുകൾ വെറുതെ വിട്ടു, 9 കേസുകൾ ലൈവായിട്ട് ഉണ്ട്. അതില് ഗർഭിണിയായ സ്ത്രീയെ ഉപദ്രവിച്ചത് മുതൽ ഉദ്യോഗസ്ഥന്മാരെ തടഞ്ഞത്, അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ തടഞ്ഞ് വണ്ടിയിൽ നിന്ന് പോലീസുകാരെ ഉപദ്രവിച്ച് ചാടാൻ ശ്രമിച്ചതിൻ്റെ കേസ് മുതൽ അങ്ങനെയുള്ള ഒട്ടനവധി കേസുകളാണുള്ളത്. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇതിനെതിരെ ഈ മരമുറി കേസുമായിട്ട് ബന്ധപ്പെട്ട് ചില ചാനലുകൾ ചില വാർത്തകൾ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മാനഹാനി ഉണ്ടായി പോലും. അദ്ദേഹം അതിനെതിരെ കർണാടകയിൽ പോയിട്ട് ഇവർക്കെതിരെ ഒരു കേസ് ഫയൽ ചെയ്തു. അങ്ങനെ കോടതി ഇഞ്ചക്ഷൻ കൊടുത്തു, ഈ വാർത്തകളെല്ലാം നിർത്തിവെക്കണം, യൂട്യൂബിൽ നിന്നും എല്ലാത്തിൽ നിന്നും നീക്കം ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടുത്തെ ചാനലുകാർ കോടതിയെ സമീപിച്ചു, സത്യാവസ്ഥ തെളിയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അതേ കോടതി തന്നെ അത് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞു. അവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത, നീക്കം ചെയ്ത വാർത്തകൾ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞതിന് ശേഷം 10,000 രൂപ പിഴയും അടുപ്പിച്ചു. അതായത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചതിന്. അപ്പോ അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോ കിറ്റക്സിന്റെ പുറകെ, സാബു ജേക്കബിന്റെ പുറകെ നടന്ന് നിരവധി വസ്തുതാവിരുദ്ധമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ചാനൽ കയ്യിലുണ്ട്, അതുകൊണ്ട് അതിൻ്റെ മുന്നിൽ ഇരുന്നിട്ട്, ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് എന്തും ആരെയും പറ്റി പറയാം, അവരെ അധിക്ഷേപിക്കാം, അത് ഒരു വിഭാഗം ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും. അപ്പോൾ അത്രമാത്രം തെറ്റിദ്ധാരണാജനകമായ വസ്തുതകൾ സമൂഹത്തിൽ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊരു മീറ്റിംഗ് ഇന്ന് വിളിച്ചത്. ഇതില് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട് 5 ലക്ഷം രൂപ മേപ്പടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് കൈക്കൂലിയായിട്ട് കൊടുത്തു എന്നുള്ളത്. അതുപോലെ തന്നെ അവരുടെ ഓഫീസിൽ 2 ലക്ഷം കൊടുത്തു എന്ന്, 10 ലക്ഷം സൗത്ത് വയനാട് DFO രഞ്ജിത് കുമാറിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്.
3 ലക്ഷം അവരുടെ ഓഫീസിൽ കൊടുത്തു എന്ന് പറയുന്നുണ്ട്. 3 ലക്ഷം DFO ബാബുരാജിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. 2 ലക്ഷം DFO ധനീഷ് കുമാറിന് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ലക്ഷങ്ങൾ കൊടുത്തു എന്ന് അദ്ദേഹം തന്നെയാണ് പറയുന്നത്. അപ്പൊ ഈ ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയക്കാരെയും ഭരിക്കുന്നവരെയെല്ലാം കൂടെ ഉണ്ടെങ്കിൽ എന്ത് വൃത്തികേടും ചെയ്യാമെന്നാണ് അദ്ദേഹം ഇത് തെളിയിച്ചിരിക്കുന്നത്. അപ്പോ ഈ കഴിഞ്ഞ ആഴ്ച 2020 എന്ന പാർട്ടി NDAയിൽ അവരുടെ സഖ്യകക്ഷി കച്ചേരി ഉണ്ടായി. ഉടനെ അദ്ദേഹം അതിനെ ചിത്രീകരിച്ചത്, ആ പ്രക്ഷേപണം നടത്തി അതിൻ്റെ ഒരു വിശദീകരണം ഞാൻ പത്രമാധ്യമങ്ങളെ കണ്ട് നടത്തുകയും ചെയ്തതാണത്. ആ ചെയ്തതിൻ്റെ അന്ന് തന്നെ അദ്ദേഹം മീറ്റ് ദി എഡിറ്റേഴ്സ് അതിൽ പറഞ്ഞത് സാബു ജേക്കബ് നുണയുടെ കൊട്ടാരമാണെന്നാണ്. ഇതിന്റെ ഉടമസ്ഥൻ എന്നറിയപ്പെടുന്ന ആൻഡോ പറയാണ് സാബു ജേക്കബ് നുണയുടെ കൊട്ടാരമാണ്. അദ്ദേഹം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളെ പറ്റി ഞാനിന്ന് പറയുന്നില്ല, 1-2 കാര്യങ്ങൾ മാത്രം പറയുകയാണ്. അദ്ദേഹം പറയാണ് മദർ കെയർ എന്നാണ് കിറ്റക്സിനെ അമേരിക്കയിൽ അറിയപ്പെടുന്നത്. എനിക്ക് മനസ്സിലായില്ല അത് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന്. അതുപോലെ ഗോഡ്സ് എന്ന സർട്ടിഫിക്കേഷൻ, ഗ്ലോബൽ ഓർഗാനിക് ടെക്സ്റ്റൈൽ സർട്ടിഫിക്കേഷൻ, അത് വെച്ചിട്ട് ഓർഗാനിക് മാത്രമേ ഇവിടുന്ന് കയറ്റുമതി ചെയ്യാവൂ. പക്ഷേ കിറ്റക്സ് ഓർഗാനിക് ആണെന്ന് പറഞ്ഞ് ഓർഗാനിക് അല്ലാത്ത സാധനങ്ങൾ കയറ്റിവിടുകയാണ്. ഗോഡ്സിന്റെ നിയമപ്രകാരം അതിൽ കളർ ചേർക്കാൻ പാടില്ല, കെമിക്കൽ ചേർക്കാൻ പാടില്ല, പെയിന്റ് പാടില്ല എന്നൊക്കെയാണ് അദ്ദേഹം വിളിച്ചു പോകുന്നത്. ഇതുപോലെ ഉള്ള ഒരു TV ചാനലിന്റെ ഉടമസ്ഥനായിട്ട് ഇരുന്നിട്ട് വസ്തുതകൾ പരിശോധിക്കാതെയോ മനസ്സിലാക്കാതെയോ ഇതുപോലെയുള്ള ഭൂലോക വിഡ്ഢിത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് വിശദീകരിക്കേണ്ടതായിട്ടുള്ള കാര്യമുണ്ട് ഇവിടെ. നമുക്ക് ഒന്ന്, ഈ ഗോഡ്സ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഗ്ലോബൽ ഓർഗാനിക് ടെക്സ്റ്റൈൽസ് അതൊരു ഇന്റർനാഷണൽ ഏജൻസിയാണ്. നമ്മൾ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് ഗോഡ്സ് സർട്ടിഫൈഡ് ആയിട്ടുള്ള കെമിക്കൽസോ ഡൈസോ അതിന് ഉപയോഗിക്കാം. ഈ കമ്പനി ഗോഡ് സർട്ടിഫിക്കേഷൻ തുടങ്ങിയ അന്ന് മുതൽ തന്നെ ഗോഡ് സർട്ടിഫൈഡ് കെമിക്കൽസും ഡൈസും മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതാണോ എന്ന് ഉറപ്പുവരുത്താൻ ഈ നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്ന് ഇവർ പീരിയോഡിക്കലായിട്ട് ഇൻസ്പെക്ഷൻ നടത്തും. ഓരോ വർഷവും റീ ഓഡിറ്റ് നടത്തിയാണ് സർട്ടിഫൈ ചെയ്യുന്നത്. ഇതിനെല്ലാം പുറമെ ഇവിടെ നിന്ന് ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുമ്പോൾ ആ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ ഒരു സാമ്പിള് ഏത് ബയർക്കാണോ അയക്കുന്നത് അവർ നിർദ്ദേശിക്കുന്ന ലാബുകളിലേക്ക് അയക്കണം. അത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇനി ഈ ഗുഡ്സ് അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് സ്റ്റോറുകളിൽ നിന്ന് സാമ്പിൾ എടുക്കും. അവർ വീണ്ടും ടെസ്റ്റ് ചെയ്യും. അതായത് അവർ ഓർഡർ ചെയ്ത സാധനങ്ങളാണോ അവിടെ വന്നിരിക്കുന്നത്, അവർ പറഞ്ഞിരിക്കുന്ന സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്തിട്ടുണ്ടോ, അതേതെങ്കിലും റിജക്ഷൻ ആയി കഴിഞ്ഞാൽ ആ സാധനങ്ങൾ തിരിച്ചയക്കുമെന്ന് മാത്രമല്ല അതിന് വന്ന നഷ്ടം കൂടി ഈടാക്കും. ആ സപ്ലയറെ എന്നേക്കുമായിട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യും. അപ്പോ അങ്ങനെ ഒരു സ്ഥലത്ത് പറയുകയാണ്, റിപ്പോർട്ടർ TVയുടെ ഉടമ പറയുകയാണ്, കിറ്റക്സിൽ നിന്ന് ഓർഗാനിക് ആണെന്ന് പറഞ്ഞ് ഓർഗാനിക് അല്ലാത്ത സാധനങ്ങളാണ് കയറ്റി അയക്കുന്നത്. അദ്ദേഹം വീണ്ടും ഒരു കാര്യം പറയാണ്, അതിനുവേണ്ടി അമേരിക്കയിൽ കിറ്റക്സ് USA LLC എന്ന് പറയുന്ന കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ കമ്പനിയിലേക്ക് 100 രൂപ വിലയുള്ള ഒരു സാധനം ഇവിടെ നിന്ന് കയറ്റിവിടുമ്പോൾ അതിന് 20 രൂപയാണ് ബില്ലിടുകയുള്ളൂ. അങ്ങനെ ബില്ലിട്ട് അവിടെ ചെന്ന് 100 രൂപയ്ക്ക് അത് വിൽക്കും. ഈ വ്യത്യാസം വരുന്ന 80 രൂപ ഹവാലയായിട്ട് തിരിച്ചു കൊണ്ടുവരും.
ഒന്ന് ആലോചിച്ച് നോക്ക്. അമേരിക്കയിൽ തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കുക. ഇന്ന് ഇന്ത്യയിലുള്ള ഏത് സ്ഥാപനങ്ങളായിക്കോട്ടെ, ഒരു വ്യക്തി ആയിക്കോട്ടെ, അവര് ഇന്ത്യ വിട്ടിട്ട് ഏത് രാജ്യങ്ങളിലായാലും എന്തെങ്കിലും നിക്ഷേപം നടത്തണമോ ഓഫീസുകൾ സ്ഥാപിക്കണമെങ്കിൽ റിസർവ് ബാങ്കിന്റെ കർശനമായിട്ടുള്ള നിബന്ധനകൾ അവരുടെ അനുവാദത്തോടു കൂടിയേ സാധിക്കൂ. അത് നേടിയതിന് ശേഷമാണ് കിറ്റക്സ് USA എന്ന കമ്പനി അവിടെ ഉണ്ടാക്കിയത്. രണ്ട്, നമുക്ക് മനസ്സിലാക്കേണ്ടത് അമേരിക്കയിലാണത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും നിയമങ്ങൾ കർശനമാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ് അമേരിക്ക. അവിടെ തട്ടിക്കൂട്ട് പോയിട്ട് ശരിയായിട്ടുള്ള കമ്പനികൾ ആ നിയമങ്ങൾ ഏതെങ്കിലും ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാലത്തും പുറലോകം പോലും കാണില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഇവിടുത്തെ റിസർവ് ബാങ്കോ ഇവിടുത്തെ അതോറിറ്റികളോ അറിയാതെ അമേരിക്കൻ ഗവൺമെന്റിനെ അവിടുത്തെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് കമ്പനി ഉണ്ടാക്കി 20 രൂപ 100 രൂപയുടെ സാധനം 20 രൂപയ്ക്ക് അയച്ച് 80 രൂപ ഹവാലയായിട്ട് തിരിച്ചു കൊണ്ടുവരുന്നു. ഇതുപോലെ ഇത്രയും ശുദ്ധമായ കളവ് എങ്ങനെ പറയാൻ സാധിക്കുന്നു? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്ന്, അവിടെ മദർ കെയർ എന്ന് പറഞ്ഞാണ് അറിയപ്പെടുന്നത്. എങ്ങനെ അറിയപ്പെടും? കിറ്റക്സിന്റെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നത് ഇന്ന് അമേരിക്കയിൽ ഏറ്റവും വലിയ ഒരു ടോപ്പ് 10 കമ്പനികൾ എടുത്താൽ ആ കമ്പനികൾക്കാണ്. അതിലൊന്നാണ് വാൾമാർട്ട്, ടാർഗറ്റ്. ഈ സ്റ്റോറുകളിലേക്ക് കൂടിയാണ് കിറ്റക്സിന്റെ ഉൽപ്പന്നങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വാൾമാർട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് $700 ബില്യൺ സെയിൽസ് ഉള്ള ഒരു കമ്പനിയാണ്. ഇവരൊക്കെ മണ്ടന്മാരാണോ? ഓർഗാനിക് ആണെന്ന് പറഞ്ഞ് ഓർഗാനിക് അല്ലാത്ത സാധനം കയറ്റി വിടുക, 100 രൂപയുടെ സാധനം 20 രൂപയ്ക്ക് കയറ്റി വിടുക. അപ്പോ ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത്, ഇവരെ നേരെ വന്ന് കിറ്റക്സിന് ഓർഡർ ചെയ്യുകയല്ല ചെയ്യുന്നത്. അവര് ഏതെങ്കിലും ഏജൻസികൾ വഴി, അതായത് ഇന്റർനാഷണൽ റെപ്യൂട്ടഡ് ഏജൻസികളുണ്ട്, ആ ഏജൻസികൾ വഴിയാണ് ഇവര് ഈ പരിശോധന നടത്തുന്നത്. അങ്ങനെ പരിശോധന എന്ന് പറയുന്നത് വിവിധ സർട്ടിഫിക്കേഷനുകളാണ്. ആ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഗോഡ്സ് മാത്രമല്ല, ഓരോ കമ്പനിക്കും ഓരോ റിക്വയർമെന്റുകളാണത്. ഇപ്പോ ഞങ്ങൾക്ക് ഓക്കോടെക്സ് ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. അതായത് ഹാർംഫുൾ ആയിട്ടുള്ള, മനുഷ്യന് ദൂഷ്യമുള്ള ഏതെങ്കിലും കെമിക്കൽസ് അതിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ളത്. ഗോഡ്സ് വേറൊരു സർട്ടിഫിക്കേഷനാണത്. OCS വേറൊരു സർട്ടിഫിക്കേഷനാണത്. GRS, ലാറ്റ്സ്, സ്കാന്, SLCP, റാപ്പ്, സെഡക്സ്, FCCA, SQP, MIP, HIG, SPHC, ഇങ്ങനെ 14 ഇന്റർനാഷണൽ ഏജൻസികളാണ് ഈ ഫാക്ടറി സർട്ടിഫൈ ചെയ്തിരിക്കുന്നത്. അത് ഓരോ ബയറും ഈ ഓഡിറ്റുകളിൽ കൂടി പോകും. ഒരു ഫാക്ടറിയിൽ നിന്ന് നേരെ വന്ന് സാധനം വാങ്ങിക്കുകയല്ല ചെയ്യുന്നത്. ആ ഓഡിറ്റുകളിൽ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ കമ്പനി നിയമപരമായിട്ടാണ് നടക്കുന്നത്, സോഷ്യൽ കംപ്ലൈൻസ് ഉണ്ട്, ഒരു നിയമങ്ങളുടെയും ലംഘനമില്ല എന്നുള്ള സർട്ടിഫിക്കേഷൻ കിട്ടിയാൽ മാത്രമാണ് ആദ്യത്തെ ഓർഡർ പ്രോസസ് ചെയ്യുന്നത്. ഈ ഓർഡർ ഇവിടെ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ തേർഡ് പാർട്ടി വന്ന് പരിശോധിക്കും. അല്ലെങ്കിൽ ഈ പറയുന്ന ഓർഡർ പ്ലേസ് ചെയ്ത ബയറുടെ റെപ്രസെന്റേറ്റീവ് അത് പരിശോധിച്ച് അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമാണ് ഇവിടെ നിന്ന് ഷിപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഇവിടെ പറയാണ്, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ കളവായിട്ട് 100 രൂപയുടെ സാധനം ഓർഗാനിക് ആണെന്ന് പറഞ്ഞ് വഞ്ചിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പിറ്റേ ദിവസം അദ്ദേഹം വീണ്ടും അടുത്ത ഒരു ബ്രേക്കിംഗ് ന്യൂസ് നോക്കുമ്പോൾ കാണുന്ന എന്താണത്? ഒരു നിയമലംഘനവും ഞങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ സെബിയില് 11 ലക്ഷം രൂപ അടച്ചു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഉടനെ തന്നെ വിടുന്നത്. അപ്പോ
അദ്ദേഹം ഒരു പേപ്പർ പുറത്ത് കാണിക്കുന്നു. ഇങ്ങനെ ഒരു പേപ്പറാണ് ഉയർത്തി കാണിക്കുന്നത്. ഈ കഴിഞ്ഞ ജനുവരി 20-ാം തീയതി അവിടെ കമ്പനി സെക്രട്ടറി കൊടുത്തൊരു ലെറ്ററും കാണിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ശരിയാണ്, ഈ പറയുന്നതാണ് ഇതിന് ഉള്ളൊരു ഫൈൻ. ഇതിനിടയായിട്ടുള്ള ഒരു സാഹചര്യം, സാധാരണ രീതിയിൽ ഒരു ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡയറക്ടർ ബോർഡ് കൂടി അതിന് അംഗീകാരം കൊടുക്കുകയാണ്. അതാണ് നിയമം. ഇവിടെ ഇതുപോലെ പുതുതായിട്ടുള്ള ഒരു ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്തു. ആ അപ്പോയിന്റ് ചെയ്ത് ഞങ്ങൾ നിയമം അനുസരിച്ച് NSCക്കും BSCക്കും അയച്ചു. അവർ പറഞ്ഞു ഈ ഡയറക്ടർക്ക് 75 വയസ്സിൽ കൂടുതലുണ്ട്. 75 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഡയറക്ടർ ബോർഡല്ല, ആനുവൽ ജനറൽ ബോഡിയിൽ പാസ്സാക്കണമെന്ന്. അങ്ങനെ നിയമം അനുശാസിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് പെനാൽറ്റി ആയിട്ട് 1,06,200 രൂപ അവർ ഫൈൻ ചെയ്യണമെന്ന് പറഞ്ഞു. സാധാരണ രീതിയിൽ ഇങ്ങനെ വരുമ്പോൾ അത് ഫൈൻ അടച്ചില്ലെങ്കിൽ ആ ഡയറക്ടറുടെ അപ്പോയിന്റ്മെന്റ് നിലനിൽക്കില്ല. ഞങ്ങൾ ആ ഫൈൻ അടച്ചു അണ്ടർ പ്രൊട്ടസ്റ്റ്. അതിനുശേഷം ട്രൈബ്യൂണലിൽ ഇതിനു വേണ്ടിയിട്ട് സാറ്റില് ഞങ്ങൾ അപ്പീൽ കൊടുത്തു. അപ്പീൽ സ്വീകരിച്ചു. കാരണം ഇത് ഞങ്ങളുടെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിൽ വിവിധ കമ്പനികളിൽ ഇതേ പ്രശ്നങ്ങളുണ്ട്. ഇതിന് സമാനമായിട്ടുള്ള അപ്പീലുകൾ അവിടെ പെൻഡിംഗ് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ 2 കേസുകളിൽ അപ്പീൽ അനുവദിച്ച് കമ്പനികൾ എടുത്ത നിലപാട് ശരിയാണ്, ഇതിന് AGMന്റെ ആവശ്യമില്ല എന്ന് ട്രൈബ്യൂണൽ ഓർഡർ ഇട്ടു. അതിനെതിരെ NSCയും BSCയും സുപ്രീം കോടതിയിൽ അപ്പീൽ പോയിരിക്കുക. അതുകൊണ്ട് ഈ ഞങ്ങൾ അടച്ച തുക തിരികെ കിട്ടണം എന്നുള്ള ആ പെറ്റീഷൻ ട്രിബ്യൂണലിൽ പെൻഡിങ് ആണ്. അപ്പോൾ മനസ്സിലായല്ലോ, അവിടെയാണ് അതിനെ വളച്ചൊടിച്ച് ഞങ്ങൾ എന്തോ വലിയൊരു നിയമലംഘനം നടത്തി എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചത്. ഇനി അതുകൂടാതെ വേറൊരു കാര്യം, അതിന്റെ പിറ്റേ ദിവസം പറയാണ്, ഞങ്ങൾ 6.5 കോടി രൂപ GST വെട്ടിപ്പ് നടത്തി, അതടയ്ക്കാതെ ഞാന് സാബു ജേക്കബ് മുങ്ങി നടക്കുകയാണ് എന്നാണ് പറഞ്ഞത്. 6.5 കോടി അടയ്ക്കാതെ GST വെട്ടിപ്പ് നടത്തി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒന്നത് 100% എക്സ്പോർട്ട് നടത്തുന്ന ഒരു കമ്പനിയാണ്. ഞങ്ങൾക്ക് GST എന്ന് പറയുന്ന സംഗതിയില്ല. അദ്ദേഹം അതിനു വേണ്ടിയിട്ട് ഒരു പേപ്പർ ഇതുപോലെ പൊക്കി കാണിക്കുകയാണ്. GSTയുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ടാണ് അദ്ദേഹം കാണിച്ചത്. ഈ റിപ്പോർട്ട് കാണിക്കുന്ന സമയത്ത് ഇതാണ് പൊക്കി കാണിക്കുന്നത്. ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഡ്രാഫ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന് ഇതിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഡ്രാഫ്റ്റ് ഓഡിറ്റ് റിപ്പോർട്ട് പൊക്കി കാണിച്ചിട്ട് പറയുകയാണ്, ഇത് 6.5 കോടി രൂപ അടയ്ക്കാൻ പറഞ്ഞു, അത് കൊടുക്കാതെ മുങ്ങി നടക്കുകയാണ്. ഈ 6.5 കോടി ഡ്രാഫ്റ്റ് റിപ്പോർട്ടാണത്. സാധാരണ രീതിയിൽ ഞാൻ പറഞ്ഞു എക്സ്പോർട്ടിന് GST വരുന്നില്ല, ഞങ്ങൾ GST ബില്ല് വേണ്ട. അതേ സമയത്ത് ഞങ്ങൾ മേടിക്കുന്ന റോ മെറ്റീരിയലിന് ഞങ്ങൾ GST കൊടുക്കുന്നുണ്ട്. അത് എക്സ്പോർട്ടിംഗ് കമ്പനി ആയതുകൊണ്ട് ആ GST ഞങ്ങൾക്ക് തിരിച്ചു കിട്ടേണ്ടതാണ്. ക്രെഡിറ്റ് തിരിച്ചു കിട്ടണം. ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കല്ല വേണ്ട, തിരിച്ചു കിട്ടുകയാണ് വേണ്ടത്. അങ്ങനെ 2018 മുതൽ 22 വരെയുള്ള 5 വർഷത്തെ ഓഡിറ്റ് ഒന്നിച്ച് അവരെടുത്തു. അവരുടെ ഒബ്സർവേഷനാണ് ഈ പറയുന്ന ഡ്രാഫ്റ്റ് റിപ്പോർട്ടിൽ വന്നത്. അത് ഒന്നൊന്നായിട്ട് ഞങ്ങൾ ക്ലിയർ ചെയ്തു. ക്ലിയർ ചെയ്ത് ഫൈനൽ ഓർഡർ ആണത്. ഈ ഫൈനൽ ഓർഡറിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ബാലൻസ് ടാക്സ് ഡ്യൂ ഇൻ നിൽ, ദി ബാലൻസ് ഇൻട്രസ്റ്റ് ഡ്യൂ ഈസ് നിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 പൈസയും അടയ്ക്കുകയല്ല. ഇനി വേറൊന്ന്, ഇന്ന് GST ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് ക്രെഡിറ്റ് ആയിട്ട് 42 കോടി രൂപ ഇന്നോടാണ് തരേണ്ടത്, ഞങ്ങൾ അങ്ങോട്ടല്ല കൊടുക്കേണ്ടത്. 42 കോടി രൂപ ക്രെഡിറ്റ് ആയിട്ട് ഞങ്ങൾക്ക് തരേണ്ടതാണത്. ആ സ്ഥലത്താണ് അതിനെ വളച്ചൊടിച്ച് ഇങ്ങനെയൊരു തെറ്റായിട്ടുള്ള വിവരം നൽകിയത്. അപ്പോ ഇത് മനഃപൂർവം ഒരു മാനഹാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
കിറ്റക്സ് പ്രസ്ഥാനങ്ങൾ സാബു ജേക്കബ് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കാട്ടിത്തീർക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ട് ചെയ്തതാണ്. അപ്പോ അവസാനം ഇവരെല്ലാവരും പറയാണ് ഈ GST വയലേഷനും ഫെമ വയലേഷനും ഈ പറയുന്ന EDയുടെ നോട്ടീസും ഒക്കെ ഉള്ളത് കൊണ്ടാണ് 2020 NDA ചേരാൻ തീരുമാനിച്ചത് എന്ന്. അപ്പൊ ഇത്രയും നുണയായിട്ടുള്ള കാര്യങ്ങൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ഒരു സ്ഥാപനത്തെ 10,000-ലധികം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെ 300 കോടി രൂപ ശമ്പളം കൊടുക്കുന്ന ഒരു സ്ഥാപനത്തെ ഇല്ലാതാക്കാനും 2020 എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതാക്കാനും ഏതോ രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോ അതുകൊണ്ട് നമുക്കറിയാം ഇത് എൻ്റെ മാത്രം അനുഭവമല്ല, ഇതുപോലെ ഒട്ടനവധി ആളുകൾക്ക് ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതാരെങ്കിലും ചോദ്യം ചെയ്തില്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ പലരും തുടരും. അപ്പോൾ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇങ്ങനെയുള്ളവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിലയ്ക്ക് നിർത്തണമെന്ന്. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഒട്ടനവധി വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. അതെല്ലാം ശേഖരിച്ച് അതിന്റെ ആദ്യ പടിയായിട്ട് ഇവർക്ക് നോട്ടീസ് ഞങ്ങൾ കൊടുക്കുകയാണ്. ഈ നോട്ടീസ് എന്ന് പറയുന്നത് ഇവര് ഏതാണ്ട് 16 പേരുണ്ട്. 16 ആളുകൾക്കാണ് ഞങ്ങൾ നോട്ടീസ് കൊടുക്കുന്നത്. ആന്റോ അഗസ്റ്റിൻ അടക്കം, KJ ജോസ് മാനേജിംഗ് ഡയറക്ടർ, ആന്റോ അഗസ്റ്റിനെ മാനേജിംഗ് എഡിറ്റർ ആയിട്ടാണ് കാണുന്നത്, മെൽബി ജോസ് ഡയറക്ടർ, റോജി അഗസ്റ്റിൻ ചെയർമാൻ, ജോസ് അഗസ്റ്റിൻ വൈസ് ചെയർമാൻ, റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ്, ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ, നികേഷ് കുമാർ മാനേജിംഗ് ഡയറക്ടർ ഇൻഡോ ഏഷ്യൻ ന്യൂസ്, റാണി വർഗീസ് ഇൻഡോ ഏഷ്യൻ ന്യൂസ്, അരുൺ കുമാർ റിപ്പോർട്ടർ, സ്മൃതി റിപ്പോർട്ടർ, TV സുനിൽ റിപ്പോർട്ടർ, ജിമ്മി ജെയിംസ് റിപ്പോർട്ടർ, TV പ്രസാദ് റിപ്പോർട്ടർ, SS ഹരൻ റിപ്പോർട്ടർ, വിനീത വേണു റിപ്പോർട്ടർ, അർജുൻ മട്ടന്നൂർ. അങ്ങനെ 16 പേർക്കാണ് നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നത്. 250 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് നോട്ടീസ്. ഇത് ആദ്യപടിയാണത്. ഇത് നോട്ടീസിന് ശേഷം ഇവര് ഒറ്റയ്ക്കും കൂട്ടായിട്ടും ഇവരിതിന് ഉത്തരവാദികളാണ്. ഇവരുടെയൊക്കെ ഇനി അടുത്ത പടി എന്ന് പറയുന്നത് കോടതിയിൽ ഈ പറയുന്ന സൂട്ട് ഫയൽ ചെയ്യുക. ആ ഫയൽ ചെയ്യുന്നതോടൊപ്പം ഈ 16 പേരുടെയും സ്വത്തുവകകൾ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. ഇതിന് പുറമെ ഈ 16 പേരുടെയും പേരില് ക്രിമിനൽ കേസ് ഫയൽ ചെയ്യും. കാരണം ഇത് ഇനി ഇങ്ങനെ ഒരു അവസ്ഥ ഒരു ചാനൽ കയ്യിലുണ്ട്, എന്ത് തോന്നിയവാസവും ആരെയും ഉപദ്രവിക്കാം, എന്ത് തെറ്റിദ്ധാരണകളും പരത്താം, എന്ത് വൃത്തികേടുകളും ചെയ്യാം എന്നുള്ള ആ ധാരണ നമ്മൾ മാറ്റിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനു വേണ്ടി ഞങ്ങൾ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അതിനുള്ള നോട്ടീസുകൾ തയ്യാറാക്കി അയച്ചു കഴിഞ്ഞു. ഇനി അടുത്ത നടപടികളിലേക്ക് പോകും. ഇതിന് പുറമെ നമ്മുടെ ഈ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി, അതുപോലെ ഹോം അഫയേഴ്സ്, ഹോം ഡിപ്പാർട്ട്മെന്റ്, ഇതിനെല്ലാം ഞങ്ങൾ പരാതി കൊടുക്കാൻ പോകുന്നുണ്ട്. ഞങ്ങൾ അന്വേഷണം, അതായത് ഞാൻ കൂടുതലായിട്ട് ഇതിൽ അന്വേഷിക്കുമ്പോൾ ഇതിൽ കാണുന്നത് ഈ പറയുന്ന മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിന്റെയോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെയോ അനുമതി ആന്റോ അഗസ്റ്റിനോ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കോ സാറ്റലൈറ്റ് ചാനൽ നടത്താനായി കാണുന്നില്ല. എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെയാണ് അത് പ്രവർത്തിക്കുന്നത്. KJ ജോസ് സാറ്റലൈറ്റ് ചാനൽ ഡയറക്ടർ അപേക്ഷ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് തള്ളി. കാരണം എന്താണെന്നറിയോ? ദേശീയ സുരക്ഷ. അപ്പോ MHA has denied the security clearance on the grounds of national security. ആന്റോ അഗസ്റ്റിൻ ഇങ്ങനെ ഒരു റിപ്പോർട്ട് ടിവിയുടെ MD എങ്ങനെയായി? അപ്പോ ഒരു ദേശീയ സുരക്ഷയുടെ ക്ലിയറൻസ്, MHAയുടെ ക്ലിയറൻസ് കിട്ടാത്ത ഒരാള് എങ്ങനെ റിപ്പോർട്ടർ ടിവിയുടെ MD ആയി? അപ്പോ ഇതിന് നിയമപരമായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള
ബ്രോഡ്കാസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ പുറത്തുവിടട്ടെ, പൊതുജനങ്ങൾ അറിയട്ടെ, അല്ലെങ്കിൽ പറയട്ടെ ഞങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്, ഇപ്പോഴും പ്രവർത്തിക്കുന്നത് എന്ന്. അപ്പോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ആരെങ്കിലും ഇറങ്ങി തിരിച്ചില്ലെങ്കിൽ ഇത് ഒരു ദേശീയ ദുരന്തമായിട്ട് മാറും. ഇതിനു തൊട്ട് മുമ്പ് ഈ മരമുറി ചാനലിനെതിരെ മറ്റൊരു കേസും കിടപ്പുണ്ട്. ആ കേസെന്ന് പറയുന്നത് ബാർക്ക് തട്ടിപ്പുമായുള്ള കേസാണ്. അങ്ങനെ ബാർക്ക് തട്ടിപ്പ് നടത്തിയ പ്രേംനാഥിൻ്റെ ഫോൺ വരെ കേരള പോലീസ് പിടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഫോറൻസിക് ടെസ്റ്റിന് വേണ്ടി അയച്ചിരിക്കുന്നു. അതിനകത്ത് ഈ മൊയലാളിയുടെ ഫോൺ നമ്പറുണ്ട്, ഈ മൊയലാളിയാണ് ചാറ്റ് ചെയ്ത് ചോദിച്ചത് എന്നൊക്കെ വളരെ വ്യക്തമാണ് എന്നാണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ. എന്താണെങ്കിലും ശരി, പാവപ്പെട്ട ആദിവാസികൾക്കും കൃഷിക്കാർക്കുമൊക്കെ കിട്ടിയ ഭൂമിയിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ കള്ളത്തടി വെട്ടി, അതായത് മുട്ടിൽ എന്ന സ്ഥലത്ത് കൃഷിക്കാരുടെ പേരിൽ, ആദിവാസികളുടെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന നൂറുകണക്കിന് വർഷം പഴക്കമുള്ള ഈട്ടിയും തേക്കുമൊക്കെ മുറിച്ച് കടത്തി കോടികൾ ഉണ്ടാക്കിയ കേസാണ്. ആ കേസിലും ഇപ്പോഴിതാ ഹർജി തള്ളപ്പെട്ടിരിക്കുന്നു. അങ്ങനെ വീണ്ടും മുട്ടിൽ മരമുറി കേസ് വാർത്തകളിൽ ഇടം പിടിക്കുന്നു. എന്തെല്ലാം ആരവങ്ങളായിരുന്നു. റിപ്പോർട്ടർ ചാനൽ ഞങ്ങൾ മേടിക്കുന്നു, അതിന് ലൈസൻസ് ഇല്ല എന്നാണ് സാബു ജേക്കബ് പറയുന്നത്. ഉണ്ടെങ്കിൽ തുറന്നു കാണിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. കേന്ദ്ര വാർത്താ വിതരണ വകുപ്പിനും പോലും കത്തയച്ചിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ടർ ചാനലിലേക്ക് അവിടുന്ന് ഇവിടുന്ന് കുറ്റിയും പറിച്ചുകൊണ്ടിരുന്ന ആളുകളൊക്കെ ഒന്ന് ആലോചിക്കണം. നാളെ ഇതിനൊരു പൂട്ട് വീണാൽ നിങ്ങളുടെയൊക്കെ ഭാവി അവതാളത്തിലാണ്. അതിനുശേഷം മറ്റൊരു ചാനലിൽ പോലും എടുക്കാൻ പറ്റാതെ വരും. ആ രീതിയിലാണ് ഇവരുടെ പോക്ക്. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ മുതലാളിയുടെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി അങ്ങോട്ട് എന്താ പറയുക സൂചിപ്പിക്കാൻ നിന്നാൽ, കാരണം മുതലാളിയുടെ കേസുകളൊന്നും പൊങ്ങി വരരുത്. ഏതാണ്ട് 45ഓളം കേസുകൾ ഇവർക്കെതിരെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. റവന്യൂവിൻ്റെ കേസ്, ഫോറസ്റ്റിൻ്റെ കേസ്, കള്ളത്തടി വെട്ടിയ പോലീസിൻ്റെ കേസ്, അങ്ങനെ 45ഓളം കേസുകൾ. മാംഗോ ഫോൺ വിൽക്കാമെന്ന് പറഞ്ഞ ആളുകളെ പറ്റിച്ചതിൻ്റെ കേസ്, അങ്ങനെ ഒരുപാട് കേസുകൾ. അങ്ങനെ റിപ്പോർട്ടർ ചാനൽ തുടങ്ങിയപ്പോൾ ആദ്യം ചെയ്തത് 24 ഉണ്ടായിരുന്ന അവിടെ നിന്നും പിരിച്ചുവിട്ട ഒരാളെ, അവിടെ നിന്നും കോടികൾ അടിച്ചു മാറ്റിയ അനിൽ അയിരൂർ എന്നു പേരുള്ള ഒരാളെ, ആ കോടിക്കണക്കിന് രൂപ അടിച്ചു മാറ്റിയപ്പോൾ അവിടെ നിന്ന് പിരിച്ചുവിട്ടു. അയാൾക്കെതിരെ ഇപ്പോൾ 24ഉം ഫ്ലവേഴ്സും കൂടി കേസും ഫയൽ ചെയ്തിരിക്കുന്നു. അയാളെ വിളിച്ചു കൊണ്ടുപോയി അവിടെ ഓൾ ഇൻ ആളാക്കി. ഈ ഫ്രോഡുകൾ എവിടെ ചെന്നാലും ഫ്രോഡുകൾ മാത്രമല്ല കാണിക്കൂ എന്ന് പറയുന്നത് പോലെ ആദ്യം ചെയ്തത് ഈ യൂട്യൂബിൽ വ്യൂവേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക. അതിന് ചെയ്യുന്നത് നമ്മൾ തുറന്നു നോക്കുമ്പോൾ 50K, 40K, 60K ഒക്കെ ലൈവിൽ വരും. പക്ഷേ ഇത് കാണുന്ന മുഴുവൻ ബംഗാളികളും ആസാമികളും ബംഗ്ലാദേശുകാരും ചൈനക്കാരും ഒക്കെയാണ്. അതിന് കാരണം ഫോൺ ഫാമിംഗ് എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ഇതിൻ്റെ ആസ്ഥാനം തായ്ലൻഡിലാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലും ഉണ്ട്. തമിഴ്നാട്ടിൽ മാത്രമല്ല ബോംബെയിലും ഉണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആളുകൾ കുത്തിയിരുന്ന് ആയിരക്കണക്കിന് ഫോണുകളിലേക്ക് ഇത് ഡൈവേർട്ട് ചെയ്യപ്പെടും. ഫോൺ ഫാമിംഗ് എന്നാണ് പറയുന്നത്. അതൊരു ഗുരുതരമായ കുറ്റം തന്നെയാണ് ഗൂഗിളിൻ്റെ കണ്ണിൽ. യൂട്യൂബിന് അതിനെക്കുറിച്ച് പരാതികൾ കിട്ടിയിട്ടുണ്ട്. അവരും അതിനെക്കുറിച്ച് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. അങ്ങനെ യൂട്യൂബിൽ ഒന്നാമതെത്താൻ ആസാമികളും പഞ്ചാബികളും ചൈനക്കാരും ബംഗ്ലാദേശികളും ഒക്കെ ചേർന്ന് അവരെ സഹായിച്ചു. അതിനുശേഷമാണ് ഈ ബാർക്ക് റേറ്റിംഗിലേക്ക് വന്നത്. ബാർക്കിലേക്ക് വന്നപ്പോൾ പ്രേംനാഥ് എന്ന് പറഞ്ഞ ഒരുത്തൻ ഈ ബാർക്കിലെ ജോലിക്കാരനായിരുന്നു. അവനെ കൊണ്ട് അവന് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് ബാർക്ക് റേറ്റിംഗിൽ തട്ടിപ്പ് നടത്തി. അത് കേരളത്തിൽ നിന്ന് 2 ന്യൂസ് ചാനലുകളുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് മരമുറി ചാനലും ഒന്ന് മറ്റൊരു ചാനലും. അങ്ങനെ ഈ ചാനലുകളുടെ 2ൻ്റെയും പേരിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നു. പ്രേംനാഥിൻ്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലായി. അപ്പോഴെന്തായാലും മുട്ടിൽ മരമുറിക്കാരന് ഒരു കേസ് കൂടിയായി. അതായത് സാബുവും ജേക്കബിൻ്റെ കേസ്. സാബുവും ജേക്കബിൻ്റെ കേസ് കൂടാതെ അത് 250 കോടി രൂപയ്ക്കാണ് മാനനഷ്ട കേസ് കൊടുത്തിരിക്കുന്നത്. അത് തെളിയിക്കണം. സാബുവിന് ED സമൻസ് കൊടുത്തിരുന്നോ, ഇൻകം ടാക്സ് അടയ്ക്കാത്തതിന് പിഴ അടച്ചോ
എന്നുള്ളതൊക്കെ അതിന് തെളിയിക്കേണ്ട ബാധ്യത ഈ മാന്യന്മാർക്കുള്ളതാണ്. അങ്ങനെ ആൻഡോയും സഹോദരങ്ങളുമൊക്കെ ഇപ്പോൾ ചാനലിൽ നിന്ന് ഭയങ്കരമായിട്ട് കൊഴിഞ്ഞു പോക്കും തുടങ്ങി. 24 ചാനലിൽ നിന്ന് പുറത്താക്കിയ ആളുകളെ അങ്ങോട്ടേക്ക് വലിച്ചു കയറ്റി. അതിലൊന്ന് ഈ അയിരൂർ എന്ന് പറയുന്ന ആളായിരുന്നു, ഒന്ന് സുജയ പാർവതിയായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരെയും അങ്ങോട്ട് കയറ്റി കഴിഞ്ഞപ്പോൾ അത് ഈ പറയുന്ന ചില ഞുണുക്ക് പണികളിലൂടെയൊക്കെ ഇതിന് റേറ്റിംഗ് ഉണ്ട് എന്ന് വരുത്തി തീർത്ത് ബാക്കിയുള്ള ചാനലുകളെയും പൊതുജനങ്ങളെയും ഒക്കെ മണ്ടന്മാരാക്കാൻ ശ്രമിച്ചു. ആ മണ്ടത്തരം എന്താണെങ്കിലും ശരി ഇപ്പോൾ ഈ ചീട്ട് കൊട്ടാരം പോലെ പൊളിഞ്ഞു വീണുകൊണ്ടേയിരിക്കുന്നു. അതിനിടയ്ക്കാണ് വ്യാജ വാർത്തകൾ ചെയ്യുന്നതിനുള്ള കേസുകളും. ഇനി പുതിയതായി ഏതെങ്കിലും പാർവതിമാർ അല്ലെങ്കിൽ ഏതെങ്കിലും മുട്ടകളൊക്കെ ഇതിനകത്തേക്ക് വരുമോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പാടില്ല. കാരണം ഈ ചാനലുകളിൽ നിന്ന് ചാടിപ്പോക്കൊക്കെ ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്കിലിരിക്കുമ്പോൾ ഭയങ്കര ആദർശം പറച്ചിലാണ്. ആ ആദർശം കേട്ടാൽ നമുക്ക് തോന്നും ഇവരെ പോലെ ആദർശവാന്മാരായ ആളുകൾ ഈ മഹാരാജ്യത്ത് ജനിച്ചിട്ടേ ഇല്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ പിന്നാമ്പുറത്തുള്ള സ്വഭാവം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആർക്കാണ് ആദർശമുള്ളതെന്നും ആരാണ് ചവിട്ടിത്താഴ്ത്താൻ ഒരുമ്പെട്ട് നിൽക്കുന്ന ആളുകളെന്നും പൈസ കണ്ടാൽ ചാടിപ്പോകും എന്ന് തോന്നുന്നുമൊക്കെ അങ്ങനെയാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം. മുട്ടിൽ മരമുറിയുടെ ഒരുപാട് കേസുകൾ ഉടനടി രംഗത്ത് വരും. സാബുവും ജേക്കബിൻ്റെ കൂടാതെ തന്നെ ബാർക്ക് തട്ടിപ്പിൻ്റെ കേസ്, അതേപോലെ മാംഗോ ഫോണിൻ്റെ കേസ്, മുട്ടിൽ മരമുറിയുടെ നിരവധി കേസുകൾ, ഇപ്പോൾ ഹർജി തള്ളിയ കേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ആ ചാനലിൽ നടത്താൻ നായകനില്ലാതെ വരും. നായകനെന്ന് പറയുന്നത് മുതലാളി ഇല്ലാത്ത ഒരു ചാനലായിട്ട് ചിലപ്പോൾ അത് വരാൻ സാധ്യത കാണുന്നു എന്നാണ് ദോഷൈക ദൃക്കുകളൊക്കെ പറയുന്നത്.